ഇന്നൊരു കുക്കിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള കാഷ്യൂനട്ട് കുക്കി. എല്ലാ പ്രായക്കാരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുക്കിയാണിത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. കാഷ്യൂ കുക്കിക്കായി ഞാനിവിടെ അളവ് കപ്പിന് 1 കപ്പ് കാഷ്യൂനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 135 ഗ്രാമോളം വരും. ഇതിനി ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കാഷ്യൂസ് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരു 2-3 മിനിറ്റ് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി റോളർ വെച്ച് ചെറുതായി അടിച്ചു കൊടുത്തുകൊണ്ട് പൊട്ടിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് 3-4 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താലും മതി. ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു പരുവത്തിലാണ് പൊടിഞ്ഞ് കിട്ടേണ്ടത്. ഇതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനി മാറ്റി വെക്കാം കേട്ടോ. അടുത്തത് കുക്കി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ഉപ്പ്, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി, ഇവയെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ, ഇത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇവ രണ്ടും കൂടി ഒരു വിസ്ക് വെച്ച് ക്രീം പരുവത്തിൽ ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര പൊടിച്ച് കട്ടകളൊന്നുമില്ലാതെ അരിച്ചെടുത്തിട്ടുള്ളതായിരിക്കണം. ഇപ്പോൾ ഇത് നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഞാനിവിടെ 1 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും. ഇനി ഇതൊരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്യാം. കുക്കി ഉണ്ടാക്കാൻ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലും വിസ്കിലും ഒന്നും വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇത് വിസ്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൈ വെച്ച് കുഴച്ച് ഡോ പരുവത്തിലാക്കി എടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒത്തിരി അങ്ങ് കുഴച്ചെടുക്കണ്ട കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ നനവോ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതോ ആയി തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുകയാണ്. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ സൈസ് അനുസരിച്ച് ഡോയുടെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും. മിക്സ് ചെയ്യുമ്പോൾ ഡോ ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കുന്ന കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതുപോലുള്ള പല കുക്കീസിൻ്റെയും കേക്കുകളുടെയും റെസിപ്പി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ലിങ്ക് മുകളിൽ ഐക്കാർഡിലും എൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് തരാൻ മറക്കല്ലേ. ഇപ്പോൾ നമ്മുടെ കാഷ്യൂ കുക്കിക്കുള്ള ഡോ റെഡി ആയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതിന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഓവൻ 165 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. കുക്കിയെല്ലാം ഒരേ അളവിൽ കിട്ടുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ്. ഇത് ഉരുട്ടിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായി ബട്ടർ പേപ്പർ വിരിച്ച ട്രേയിലേക്ക് മാറ്റാം. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കണം. ഇനി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോയുടെ മുകളിൽ സ്പ്ലിറ്റ് ചെയ്ത ഓരോ കാഷ്യൂനട്ട് പീസും കൂടെ വെച്ച് കൊടുക്കാം.
എന്നിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അടുത്തത് കുക്കിക്ക് ഗ്ലേസിങ് കിട്ടുന്നതിനായി എഗ്ഗ് വാഷ് ചെയ്യാം. ഒരു ബ്രഷ് വെച്ച് മുട്ട ബീറ്റ് ചെയ്തത് തൂത്ത് കൊടുക്കണം. ഇനി ഇത് ബേക്ക് ചെയ്യാനായി പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് മാറ്റാം. 165 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണ് ഈ കുക്കിയുടെ ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. കുക്കി ബേക്ക് ആയതിനു ശേഷവും ഒരു 15 മിനിറ്റും കൂടി ഓവനിൽ തന്നെ വെക്കണം. ഇങ്ങനെ ചെയ്താൽ കുക്കി നല്ല ക്രിസ്പി ആയി കിട്ടും. 15 മിനിറ്റിന് ശേഷം ഓവനിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂനട്ട് കുക്കീസ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ മിക്സിൽ നിന്ന് ഈ അളവിൽ 28 കുക്കീസാണ് കിട്ടിയിട്ടുള്ളത്. ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.